പുതിയ തലമുറ പ്രണയാർദ്രമല്ല എന്നതാണ് പഴയ തലമുറയിലുള്ളവരുടെ അഭിപ്രായം. എന്നാൽ പ്രണയം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് പുതിയ തലമുറ പറയുന്നത്. പ്രണയം അന്നും ഇന്നും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തുടരുകയാണ്. VKC പ്രൈഡ് സെൽഫിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളെ ഇഷ്ടമായാൽ ഇഷ്ടമായി എന്ന് പറയാൻ പണ്ട് പേടിയാണ്. ഇന്നാ പേടിയില്ല കുട്ടികൾക്ക്. നേരത്തെ ഉണ്ടായിരുന്നു. പ്രണയം എപ്പോഴും ഒരു രഹസ്യം നിറഞ്ഞ ഒരു സൗന്ദര്യത്തിന്റെ ആവിഷ്കരണമാണ്. ഞങ്ങളിപ്പം ടെൻഷനൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, ഞങ്ങളുടെ പേരൻസ് ഹാപ്പി ആയിരിക്കണം, ഞങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാവരും ഹാപ്പി ആയിരിക്കണം, ഞങ്ങൾ അങ്ങനെ കരുതുന്ന വ്യക്തികളാണ്. എപ്പോഴും പേടി തന്നെയാണ് ഒരു പ്രേമത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രണയത്തിന്റെ അടിസ്ഥാനം എന്നും പറയാനൊക്കത്തില്ല. നിങ്ങൾക്ക് പ്രണയത്തിന്റെ ലഹരി അനുഭവിക്കാൻ യോഗമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചിലരൊരു ബിയറിൽ ഒതുങ്ങും, ചിലർക്ക് നല്ല ലാർജ് തന്നെ വേണം, നല്ല അതൊരു ശീല വ്യത്യാസമാണ്, രുചി വ്യത്യാസമാണ്. സംസാരിക്കുമ്പോ ഇപ്പൊ ഇദ്ദേഹം തന്നെ കവിതാത്മകമായി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഡിഫറെന്റ് കവിതാസ് പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ കമ്പോസ് ചെയ്യുമ്പോഴും പല സിനിമകൾക്ക് വേണ്ടി പല ഇമോഷൻസ് ഞാൻ മ്യൂസിക്കില് ലവ് സോങ്സ് നമ്മൾ കമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ പല പെണ്ണുങ്ങളെ പ്രേമിക്കാൻ പറ്റുമോ? അത് ശരിയാണോ? അല്ല, ഇപ്പോഴും ഞങ്ങൾക്ക് അട്രാക്ഷൻ തോന്നാറുണ്ട്. ഇപ്പൊ നമുക്ക് പൃഥ്വിരാജിനെ കാണുമ്പോൾ എന്ത് രസമല്ലേ, ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ നമുക്ക് പുള്ളിയെ കല്യാണം കഴിക്കണമെന്നുണ്ട്. സാറ് മുമ്പേ പറഞ്ഞു അത് പ്രണയം എന്ന് പറയുന്നത് ലൈക്ക് കല്യാണത്തിൽ ഒതുങ്ങുകയാണെന്ന്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്, ഞങ്ങൾ മഴയെ പ്രണയിക്കുന്നുണ്ട് സാർ. ഞങ്ങൾ കാണുന്നതിനെല്ലാം ഞങ്ങൾക്ക് സ്നേഹം തോന്നുന്നുണ്ട്, ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. മഴയെ പ്രണയിക്കുന്ന എല്ലാ കവികളും ലോകത്ത് മഴയെ പ്രണയിക്കാത്ത ഒരു കവിയും കാണത്തില്ല. ഒരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യനുണ്ടാവത്തില്ല. അല്ല, ഒരു മനുഷ്യനാണല്ലോ കവിയും മനുഷ്യനല്ലേ. കവികളോ മനുഷ്യരോ മഴയെയോ മഞ്ഞിനെയോ പ്രണയിക്കാത്തവരാട്ട് കാറ്റിനെ പ്രണയിക്കാത്തവരാണോ എനിക്ക് തോന്നുന്നത്. വ്യക്തികളോട് മാത്രമാണ് പ്രണയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ ഇയാൾക്ക് പാട്ടിനോടാണ് പ്രണയം, ആ കുട്ടിക്ക് അതുപോലെ അഭിനയത്തിനോടായിരിക്കും പ്രണയം. അപ്പൊ അഭിനയത്തിനോട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പ്രണയം എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിനോടാണ്. നമുക്ക് ആസ് ഐ സെഡ് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാവുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറിനോടാണ് നമുക്ക് പ്രണയം. അല്ലാതെ ഈ പറഞ്ഞ പോലെ എല്ലാ ഫാക്ടേഴ്സിനും നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ പ്രണയം എന്ന് പറയുന്നത് അവര് ഒരു പക്ഷെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവര് തീവ്രമായി പ്രണയിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. ഇനിയിപ്പൊ കല്യാണം എപ്പോഴാണ്? നവംബർ. എൻജോയ് ആ പ്രണയം 1 മാസക്കാലം 2 മാസക്കാലം പ്രണയം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. പ്രണയം എന്ന് പറഞ്ഞാലേ, പ്രണയം എന്ന് പറയുന്ന ഒരു താതാത്മ്യം പ്രാപിക്കലും ഒരു വിലയം കൊള്ളലുമാണ്. അത് ആർക്ക് എങ്ങനെ സംഭവിക്കുന്നു അതുവരെ അത് അനുഭവിക്കുന്നു എന്നല്ലാതെ. ഈ ലവ് യു എന്നുള്ള വാക്ക് പണ്ട് അത് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് സിനിമയിലൊക്കെ ഒരു വന്ദനത്തില് പറയുന്ന പറഞ്ഞ് പുറകെ നടക്കുകയാണ് ആ ഒരു വാക്ക്. ഇന്ന് അതിന് അത്രയ്ക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രണയിക്കുന്നവർക്ക് അതേ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സംശയം എന്താ? ഒരു കാമുകൻ കാമുകിയോട് പറയുന്നത് ഐ ലവ് യു എന്ന് പറയുന്നതും ഹസ്ബൻഡിനോട് വൈഫ് പറയുന്നതും അമ്മ മകനോട് പറയുന്നതും ഒക്കെ ഇപ്പൊ ആംഗലേയ ഭാഷയിൽ പ്രണയത്തിന് ഒരു വാട്ട് യു കോൾ പ്രണയം ഇൻ ഇംഗ്ലീഷ്? ലവ് ആണോ? ലവ് എന്ന് പറയാം. റൊമാൻസ് ആണോ? ഒബ്സെഷൻ ആണോ? ഇത് ഇറ്റ്സ് എ കൺഫ്യൂസ്ഡ് വേർഡ്. നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇല്ല. അപ്പൊ അത് ഡിപ്പെൻസ്. ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് ഐ ലവ് യു എന്ന് പറയുന്നതും അമ്മ മകനോട് പറയുന്ന നമുക്ക് ഒരേ അർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. സലീം അങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പിന്നെന്താ, എത്ര പ്രാവശ്യം. ഈ ദൈവം എന്താണ്, സ്വാതന്ത്ര്യം എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെയൊക്കെ ഒരുപാട് വാഗ്വാദങ്ങൾക്ക് ഇട നൽകുന്നതാണ് പ്രണയം എന്താണെന്ന് ചോദിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുരിശിൽ കാണുന്നു ദൈവം, അതേപോലെ ചന്ദ്രക്കലയിൽ കാണുന്നു ദൈവം, കല്ലിൽ കാണുന്നു ദൈവം. ഇതിങ്ങനെ പരസ്പരം തർക്കിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ ചിലർ ജീവിതത്തെ പ്രണയിക്കുന്നു. ഇവിടെ എല്ലാം പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം പരസ്പരം അറിയുകയും എന്നാൽ അതിനനുസരിച്ച് അതിന് വേറെ രൂപാന്തരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇഷ്ടമെന്ന് പറയുന്നു, പിന്നെ സ്നേഹമെന്ന് പറയുന്നു, പിന്നെ പ്രേമമെന്ന് പറയുന്നു, പിന്നെ പ്രണയമെന്ന് പറയുന്നു, പിന്നെ ചിലർ കാമമെന്ന് പറയുന്നു. ഇത് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ അന്വേഷണം അനാദികാലം മുതലേ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സിദ്ധാന്തങ്ങൾ പ്രണയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മാറാത്ത ഒന്നാണ് പ്രണയം എന്ന് പറഞ്ഞിട്ട് പാബ്ലോ നെരൂദയുടെ വരികളുണ്ട്. എത്രമേൽ നിന്നെ പ്രണയിക്കുമെന്നോ സ്ത്രീയെ, എത്രമേൽ നിന്നെ പ്രണയിക്കുമെന്നോ സ്ത്രീയെ. അദ്ദേഹം നെരൂദ അതിന്റെ ഒരു ട്രാൻസ്ലേഷനാണ്, അവരുടെ ഒരു കവിതയുടെ ട്രാൻസ്ലേഷനാണ്. എത്രമേൽ നിന്നെ പ്രണയിക്കുമെന്നോ സ്ത്രീയെ, ഇത്രമേൽ ആരും പ്രണയിക്കാത്ത പോലെ. മരിച്ചാലും പ്രണയിച്ചുകൊണ്ടേയിരിക്കും, അത്രമേൽ നിന്നെ. അതാണ് സത്യം. മരിച്ചാലും നിന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കും, അത്രമേൽ നിന്നെ. അപ്പൊ മറ്റാരും പ്രണയിക്കാത്ത രീതിയിൽ നിന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രണയം മരണത്തിലോ അല്ലെങ്കിൽ വേറൊരു കാലഘട്ടത്തിലോ നിൽക്കുന്നില്ല.
അതുകൊണ്ടാണല്ലോ ഒരാള് വേർപെട്ട് പോകുമ്പോഴും നമുക്ക് അത്രത്തോളം തന്നെ മാനസികമായ ഒരു വ്യഥ അനുഭവിക്കുന്നത്. കവികൾക്ക് അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എഴുത്തിലൂടെ. അല്ല, അവരത് ഭാഷയിലൂടെ ആവിഷ്കരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കവികളെ പോലെ തന്നെ തീവ്രമായിട്ട് പ്രണയിക്കുന്ന മറ്റാളുകളും ഉണ്ട്. ഉണ്ടാവാം. നീ പറഞ്ഞാലും അലയടിക്കും നീലക്കുയിലേ നിൻ ഗാനമെന്നും നിരൂപത പാടിയതിന് സമാനമായിരുന്നു. പ്രണയം കവികളെ ഉണ്ടാക്കോ? കവികളുണ്ടാക്കും. പിന്നെ കവികൾ പ്രണയിക്കുമ്പോഴും കവികൾ പറയുമ്പോഴും അത് ശാശ്വതമാകാൻ കാരണം എല്ലാവരുടെയും സ്വത്തായിട്ടുള്ള വാക്കെടുത്താണല്ലോ അവർ ഉപയോഗിക്കുന്നത്. ആശയമാണ് സുന്ദരം. ഷേക്സ്പിയറിന്റെ സോണറ്റുകൾ പലതും ഒരു പുരുഷനെ കുറിച്ചുള്ളതാണ്, പുരുഷനോട് തോന്നിയ പ്രണയമാണ്. ഇപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു സെക്സ് ലിറ്ററസി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മിശ്ര ലൈംഗികമായിട്ട് ജനിക്കുന്നവർക്കും പ്രണയമില്ലേ? അതെല്ലാം നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയമാണ്. ഇപ്പോഴും ഓണർ കില്ലിംഗ് നമ്മുടെ കേരളത്തിലില്ല. പക്ഷെ ഉത്തരേന്ത്യയിലെ ദരിദ്ര സമൂഹത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും താണ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നിടത്തോ അവിടെ ഓണർ കില്ലിംഗ് നടക്കുക, ദുരഭിമാന ഹത്യ. കേരളത്തിൽ ഇന്ന് നടക്കുന്നില്ലല്ലോ. ഇന്ന് ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് പ്രണയം ഒതുങ്ങിയിരിക്കുക. പക്ഷേ 100 വർഷം മുമ്പോ അത് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറി, കലാപങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ വന്നിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടല്ലോ, അത് ഒരു പുതിയ തലം പ്രണയത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ത്യ കണ്ടുപഠിക്കണം കേരളത്തെ. നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പ്രണയത്തെ കുറിച്ച് ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഡയലോഗുകളാണ്. ഇങ്ങനെയാണോ അങ്ങനെയാണോ? അല്ല, ഒരു ചിലർക്ക് ആശ്വാസം, ചിലർക്ക് ആശങ്ക. men fall in lust and women in self destroying love എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് തോന്നുന്നത്, മാധവിക്കുട്ടിയുടെ വരികളാണത്, ആണുങ്ങൾക്ക് തോന്നുന്നത് കാമം, ലസ്റ്റ് ആണ്. ശരിക്കും പ്രണയത്തിൽ അകപ്പെടുന്നത് സ്ത്രീകളാണ്. ആ പ്രണയ വികാരം സ്ത്രീകൾക്കാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. അത് സെൽഫ് ഡിസ്ട്രക്ഷനിലേക്ക് പോലും നീങ്ങുന്ന രീതിയിൽ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ തോന്നുന്നില്ല. ഇല്ല, ലസ്റ്റ് എന്നും ഡിസ്ട്രക്ഷൻ എന്നും ബയോളജിക്കലി അങ്ങനെയാണല്ലോ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് എല്ലാ പ്രണയവും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പുരുഷന് ബേസിക്കലി തോന്നുന്നത് ലസ്റ്റ് ആണ് എന്ന് ഐ ഡോണ്ട് ഫീൽ. ആൻഡ് നോർമലി ഒരു ലേഡി അതൊരു ഡിസ്ട്രക്റ്റീവ് പാർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. സ്ത്രീകൾ അത്രയും പ്രാക്ടിക്കൽ ആവാതെ, ആ പ്രാക്ടിക്കൽ ആവാത്തതിന് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അത് പ്രാക്ടിക്കൽ ആവാത്തത്. സാർ എന്താ പറയാൻ വന്നേ? അല്ല, എനിക്കത് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പുരുഷനായതുകൊണ്ടായിരിക്കും ഒരു സ്ത്രീ പറഞ്ഞ ഒരു അഭിപ്രായം കേൾക്കുമ്പോഴേ കൂടുതലും പ്രണയത്തിന്റെ, നേരത്തെ സജീവ് പറഞ്ഞതുപോലെ പ്രണയത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് ഉരുകുന്നത് ഒരു പ്രണയ ജോഡിയിൽ എപ്പോഴും സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകത അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടി വൈഭവം അവർക്ക് പ്രകൃതി കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. കൂടുതൽ നീറി ഉരുകി നശിച്ചു കാണുന്നത് സ്ത്രീകളെ തന്നെയാണ്. ഇന്നതില് മാറ്റം വന്നിട്ടുണ്ടോ? സ്ത്രീകളും അഗൈൻ ദേ ഓൾസോ ഫോൾ ഇൻ ലസ്റ്റ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ? എനിക്ക് അത്രയും പൂർണ്ണമായിട്ട് പറയുവാനുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊരു മുഖ്യ ചാനലായതുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഇന്നത്തെ പെൺകുട്ടികളോട് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ മക്കളെ പോലുള്ള കുട്ടികൾ വളരെ സ്വതന്ത്രരായിരിക്കുന്നു. അവരൊരിക്കലും പ്രണയിച്ച് അപകടത്തിൽപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രായോഗിക ബുദ്ധി അവർക്ക് കൈവരുന്നത് ഒരു പിതാവെന്നുള്ള നിലയിൽ എനിക്കും ആശ്വാസം നൽകുകയാണ്. ഒരു പ്രണയം ഒരിക്കലും മരക്കൊമ്പിലോ അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിലോ അവസാനിക്കുന്നത് പ്രണയത്തിന് തന്നെ മാനക്കേടാ. ഒരിക്കലും പ്രണയത്തിലേക്ക് വരാൻ പാടില്ല. പ്രണയത്തുമായിട്ട് ബന്ധിപ്പിച്ച് അതിനെ പറയാൻ പാടില്ല. അത് ആക്ച്വലി 2 ബ്രാഞ്ചസ് ആണ്. നമ്മൾ സിനിമയെ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ അന്നും ഇന്നും ആണല്ലോ ചർച്ച ചെയ്യുന്നത്. പ്രേം നസീറിന്റെ ഒരു ക്ലിപ്പ് കണ്ടു. അവിടെ ഷീലയുടെ ബോഡി ലാംഗ്വേജ് നോക്കുക, ഈ വന്ദനത്തിലെ നായികയുടെ ശരീരഭാഷ നോക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 90കളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ രേവതിയോ സുഹാസിനിയോ ഉർവശിയോ ശോഭനയോ കുറച്ച് വ്യത്യാസമുണ്ട്. നാണമൊക്കെ പോയി. മഞ്ജു വാര്യരും നവ്യ നായരും വരുന്ന കാലഘട്ടത്തിൽ കുറച്ചും കൂടെ മാറ്റം വന്നു. ഇപ്പൊ റീമാകല്ലെങ്കിലും പാർവതിയും വന്നപ്പോ ഷീലയെ പോലെ അല്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം, സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ അവർക്ക് ഉണ്ടാകുന്ന സ്വയം പര്യാപ്തത, അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവർക്ക് വരുന്ന ആത്മവിശ്വാസം, ധൈര്യം, അവർ ഏൺ ചെയ്യുന്നു, അവരിപ്പോ സാമൂഹ്യമായ എല്ലാ കാര്യങ്ങളും. അതെ, സ്വതന്ത്ര ജീവികളാകുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളില്ല. അവരിങ്ങനെ കരഞ്ഞ് കണ്ണീരൊലിച്ച് വിഷമിച്ച് തകർന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. ദിവ്യക്ക് അതിനോട് എങ്ങനെയാണ്? പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ സെൽഫ് ഡിസ്ട്രക്ഷനെ കുറിച്ച് പറയാം. സ്ത്രീകൾ ഒരുങ്ങി തീരുന്നു എന്ന് പറയുന്നത് അവർക്ക് പുറത്തു പോയി ഹാങ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറയാം, അല്ലെങ്കിൽ ആരുടെങ്കിലും ഷെയർ ചെയ്യാം, അല്പം എന്തെങ്കിലും ഒരു ഉപാധി കണ്ടുപിടിക്കാം. പക്ഷെ പണ്ടത്തെ സ്ത്രീകൾ വീട്ടിനകത്ത് തന്നെ, ഇത് അവിടെ ആരോടും പറയാൻ പറ്റില്ല, ഇവർക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ സ്വന്തമായിട്ട് നമ്മൾ എടുക്കുന്ന ആ സമയത്ത് ഇമോഷണലി നമ്മൾ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്നത്. ഇപ്പോഴും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, പ്രണയം എന്ന് പറയുന്നതിൽ സ്ത്രീകൾ കൂടുതൽ ഇമോഷണലും നേരത്തെ പറഞ്ഞ മാതിരി പുരുഷന്മാർ
കുറച്ചും കൂടി പ്രാക്ടിക്കലുമാണ്. അത് ഒരിക്കലും അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇത് രണ്ടും ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് ഇപ്പം സ്ത്രീകൾ പെട്ടെന്ന് ചില പെൺകുട്ടികൾ ഇപ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പോവുകയും പുരുഷന്മാർ ചിലപ്പോൾ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്. അത് എത്രത്തോളം തീവ്രമാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത് ഓരോരുത്തരുടെ ഇന്റൻസിറ്റി അനുസരിച്ചാണ്. സ്ത്രീകളുടെ സഹജവാസനയിൽ കുറച്ചൊരു സെൻസിറ്റീവ് ആകുക എന്നുള്ളൊരു പ്രകൃതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ അതേ പ്രായമുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ ഞാൻ ഷെയ്ക്കിന്റെ കൊടുത്താൽ എന്റെ കയ്യിലായിരിക്കും ബലം അല്ലെ എന്ന് പറഞ്ഞ പോലെ മാനസിക അത് ഉണ്ടെന്നുള്ളത്. എന്റെ അർത്ഥം അവര് അങ്ങോട്ട് തകർന്ന് ഇപ്പോഴത്തെ പുരുഷന്മാരുടെ ഇടയിൽ ഈ നൈരാശ്യം വന്ന എന്താ പറയാ, ദേവദാസ് വേണുനാഗവല്ലി സ്റ്റൈൽ എന്ന് പറയും നമ്മുടെ മലയാളത്തില്, അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഇന്നത്തെ ജനറേഷൻ കാണാൻ പറ്റുമോ? ആപേക്ഷികമാണ്. പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെ ജനിതക ഘടനയും അവരുടെ ചിന്താഗതിയും വ്യക്തിത്വവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. പൊതുവെ വന്നിട്ടുള്ള വ്യത്യാസം കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ പെൺകുട്ടികൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അവരെ വളരെ പെട്ടെന്ന് പ്രലോഭിപ്പിക്കുകയോ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയോ വഞ്ചിക്കുകയോ അത്ര എളുപ്പമല്ല. കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള സുധീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളത് കൃത്യമായിട്ട് ഒരു കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം നോക്കിയാൽ ചിലപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ വലിയ അളവിലുണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ടും പണി കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ പോലെ ആണുങ്ങൾ മുകളിൽ പെണ്ണുങ്ങൾ താഴെ, നിന്നെ ഞാൻ ശരിയാക്കണം അങ്ങനെയൊന്നുമില്ല. പെൺപിള്ളേർക്കും തിരിച്ച് നല്ല രീതിയിൽ ഈ പറഞ്ഞ പണി കൊടുക്കാൻ. ബ്രേക്കപ്പ് ആയിട്ട് അതിന്റെ മുകളിൽ വൈൻ ചെയ്യാണ്ട് അത് ഒരുപാട് കരയാതെ ഒരു ഹായ് പറഞ്ഞ് പിറ്റേ ദിവസം ആ വ്യക്തിയെ കാണുമ്പോ എന്താ ഹൈ ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. വേറൊരു ദുരന്തം കാണുന്നില്ല. ഇപ്പൊ IT ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ പ്രണയിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും, സമ്മതിക്കില്ല, ഉടനെ ആ കുട്ടിയെ കുത്തിക്കൊന്നുകളയും, അല്ലെങ്കിൽ ആസിഡ് കൊണ്ടൊഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും. ഇതൊന്നും പണ്ടില്ലായിരുന്നു. അപ്പൊ പുതിയൊരു കാലത്തിന് പ്രണയം ആ രീതിയിലുള്ള ഒരു പുതിയ ദുരന്തം കൂടി നൽകുന്നുണ്ട്. പെട്ടെന്ന് ആക്രമിക്കാനുള്ള അവസ്ഥ ഇവർക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു കാര്യം, അത് പൊതുവെ സമൂഹത്തിലുണ്ടാകുന്ന മൊത്തത്തിന്റെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. കേട്ടോ, അത് ലോകം നിശ്ചലമല്ലല്ലോ. ഓരോ കാലഘട്ടവും മാറി വരുന്നു. അതിനനുസരിച്ചിട്ട് പ്രണയ സങ്കല്പങ്ങൾ മാറണം. ലോകത്തിന്റെ എല്ലാ ചലനങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു തരുമ്പോൾ തന്നെ അത് പഴയതായി പോവുകയും പുതിയ സെൻസിബിലിറ്റി രൂപം കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലമാണത്. ഇവിടെ നേരത്തെ മാധവിക്കുട്ടിയുടെ ഒരു കവിത പറഞ്ഞല്ലോ അങ്ങനെ. പിന്നെ പക്ഷെ അതിന് വിരുദ്ധമായ കവിത മാധവിക്കുട്ടി തന്നെ എഴുതിയിട്ടുണ്ട്. യമുനാ നദിയുടെ തീരത്ത് രാധ അവളുടെ കാമുകനൊപ്പം ശയിച്ച് അവൾ ഏറ്റവും മാസ്മരികമായ അനുഭൂതി അനുഭവിക്കുന്നു. രാത്രിയിൽ അവളുടെ ഭർത്താവിന്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ശവശരീരത്തിൽ ചിതലരിച്ചതുപോലെ എന്ന് മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. അത് പ്രണയത്തിന്റെ വൈവിധ്യമാണത്. അത് പ്രണയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിലേക്ക് മാത്രം നിശ്ചലമാക്കപ്പെടുന്ന ഒന്നല്ല. ഒരിക്കൽ പ്രണയ നൈരാശ്യം അല്ല കവിതയും ജീവിതമായിട്ട് മൊത്തമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? അല്ല, ഈ പ്രണയത്തെ കുറിച്ച് മാർക്കേസ് പറഞ്ഞിരിക്കുന്നതാണ് പറയാം. പ്രണയം ഒരു ഫിക്ഷനാണ്, ഫിക്ഷനാണെന്നാണ് പറഞ്ഞത്. മാർക്കേസ്, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസാണ് പറഞ്ഞത്, നോബൽ സമ്മാനം കിട്ടിയ ഭാവനാ സൃഷ്ടി. പ്രണയം എപ്പോഴും ഒരു ഭാവനാ സൃഷ്ടിയാണ്. ഭാവന ഇല്ലാത്തവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിക്കാനേ ആവത്തില്ല. മനസ്സിൽ കവിതയില്ലാത്തവർക്കോ ഫിക്ഷന്റെ തലങ്ങളില്ലാത്തവർക്കോ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിക്കാനാവത്തില്ല. അവർ സാങ്കേതികത്വത്തിന്റെ ഫാമിലി ലൈഫ് ലീഡ് ചെയ്തായിട്ട് നമുക്ക് അറിയത്തില്ല. അടിസ്ഥാനപരമായ വേറൊരു പ്രശ്നം, കവിതയും ജീവിതവും രണ്ടല്ല. ഒരു മനുഷ്യന്റെ വികാരത്തിൽ ഉണ്ടാകുന്നതാണ്. അവർക്ക് എന്തുകൊണ്ട് ഭാര്യയെ പ്രണയിച്ച് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല? പല നല്ല ഒരു സങ്കുചിത അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഒരു വലിയ സങ്കുചിതം, സ്വാർത്ഥമായ ഒരവസ്ഥ എന്നൊക്കെ നമുക്ക് വേർതിരിക്കാൻ. ഒരു എഴുത്തുകാരുടെ ലോകത്തുള്ള ഒരു എഴുത്തുകാരനും അങ്ങനെ സങ്കുചിതമായ അവസ്ഥയിൽ പ്രണയത്തെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകുടുംബത്തിൽ കയറി ചെന്നു. അപ്പോൾ എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോളുടെ കാമുകനായി നിൽക്കുന്ന അവർ പ്രണയിച്ച് നടക്കുക. ഞാൻ ആലോചിച്ചു, കേരളത്തിൽ ഉള്ള രക്ഷിതാക്കൾക്ക് വന്നിട്ടുള്ള മനോസ്ഥിതിയുടെ വ്യത്യാസമുണ്ടോ? കാരണം ഒരു മകളോ അല്ലെങ്കിൽ 2 കുട്ടികളോ മാത്രമുള്ള പാരൻസ് രക്ഷിതാക്കൾ പ്രണയത്തിന്റെ പേരിൽ അവർ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന സ്വാർത്ഥതയോടുകൂടി അവരെ സ്നേഹിക്കുന്ന രക്ഷിതാക്കൾ, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വിലയിലോ വലിയ ഏറ്റക്കുറച്ചിലില്ലാത്ത ഒരു സമൂഹം, ഇത് ഇവിടുത്തെ രക്ഷിതാക്കളെയും ഇളം തലമുറയെ സ്വതന്ത്രമായി പ്രണയിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പ്രാപ്തരാക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. പണ്ട് അങ്ങനെയല്ല. അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ തല്ലി കൊന്നുകളയും. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ കരം പിടിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും വരാങ്കി ശൈശവത്തിലും തഥൈവ യൗവനത്തിലും പരം നിനക്കുറങ്ങുവാൻ മൃദൂപധാനം ഓർക്ക മറ്റൊരു അംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. ഒരു മഹാകാവ്യത്തിന്റെ ട്രാൻസ്ലേഷനാണ്. വേറൊരു അംബുജാക്ഷി എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ഒരു സ്ത്രീയെ, വേറൊരു സ്ത്രീയെ തൊടാത്ത രാമന്റെ കൈകളാണ് ഈ കൈകളിലേക്ക് നീ കിടന്നോ സീതാദേവി എന്ന് പറഞ്ഞു ചെല്ലുന്ന രാമൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 16,008 സ്ത്രീകളെയും ഒരേപോലെ സുഖിപ്പിക്കാൻ പ്രാപ്തനായ കൃഷ്ണൻ. ഒരു സ്ത്രീകൾ എല്ലായിടത്തും പൂജിക്കുന്നത് ആരെയാ? കൃഷ്ണനെയാണ്.
പ്രണയസങ്കല്പത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുവാൻ ഈ സ്ത്രീകൾക്ക് എന്താ ഇങ്ങനെയുള്ള ഒരു കൃഷ്ണനോട് ഇത്രയും അഭിനിവേശം എന്ന് പണ്ട് തൊട്ടേ എൻ്റെ അധ്യാപകർ ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ഇപ്പോഴും ഞാൻ ഇളം തലമുറയോട് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വെർജിനിറ്റി എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ ഈ കൃഷ്ണസങ്കല്പവും രാമസങ്കല്പവും നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. മറ്റൊരു അംബുജാക്ഷിയെ തൊടാത്ത രാമബാഹു, ആ രാമബാഹുവിൻ്റെ ഭാര്യയായിട്ടുള്ള സീത എന്ത് ചെയ്തു? അവസാനം ആത്മഹത്യ ചെയ്തു. എന്നാൽ കൃഷ്ണന്റെയോ സ്ത്രീകളാണെങ്കിലോ അവരെല്ലാം വളരെ സുരക്ഷിതരായിട്ട് പിന്നീട് ഒരുപാട് കാലം ജീവിച്ചു. അപ്പോൾ വെർജിനിറ്റി എന്താണ്, അല്ലെങ്കിൽ ഈ പാതിവ്രത്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇളം തലമുറയ്ക്ക് ചിന്തിക്കുവാൻ ഒരുപാട് നൽകിയിട്ടാണ് പൂർവികർ പോയിരിക്കുന്നത്. അത് പ്രണയത്തിന്റെ ഒരുപാട് പ്രബന്ധങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കുവാൻ യോഗ്യമാണ്. പൊതുവേ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യത്തിലൊക്കെ കണ്ടുവരുന്ന പ്രണയസങ്കല്പം പലപ്പോഴും ഈ ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ്. കുമാരനാശന്റെ പ്രണയസങ്കല്പം പലപ്പോഴും ആത്മീയതയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ജീവാത്മാ പരമാത്മാ ബന്ധമൊക്കെ അതിനകത്ത് കെട്ടി ആരോപിച്ച് പ്രണയത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്നാണ്. പ്രണയപരവശേ ശുഭം നിനക്ക് ഉണരുക ഉണ്ടൊരു ദിക്കിൽ നിൻപ്രിയൻ. ഈ കാലത്ത് ഒരാളും ഒരു കവി എഴുത്തില്ല, ഒരാളും കാമുകി അങ്ങനെ സംബോധന ചെയ്യത്തുമില്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ രാമന്റെ സങ്കല്പത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രണയം ഇല്ലാതാക്കപ്പെടുകയും കൃഷ്ണസങ്കല്പത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വൈവിധ്യത്തിൻ്റെ അഭൂതപൂർവമായ ആവിഷ്കരണത്തിലൂടെ അത് ആദരിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്രണയത്തെ വളരെ വൈവിധ്യപൂർണമായ ഒരു കാഴ്ചയിൽ സമീപിച്ചത് കൊണ്ടായിരിക്കാം കൃഷ്ണനെ ഇത്രമാത്രം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ. അത് കൃഷ്ണനെക്കുറിച്ചുള്ള എല്ലാ രാധ എവിടെ എന്നൊക്കെയുള്ള അന്വേഷണ സുഗതകുമാരി പോലുള്ള പല കവികളും ഇപ്പോഴും അത് കവിതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നായിരിക്കാം പ്രണയത്തെ വൈവിധ്യപൂർണമായ ഒരവസ്ഥയിലൂടെ കണ്ടതുകൊണ്ടായിരിക്കാം കൃഷ്ണനെ ഇത്രമാത്രം ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ദിവ്യക്ക് കൃഷ്ണനോടാണോ രാമനോടാണോ ആരാധന തോന്നിയിട്ടുള്ളത്? രണ്ടുപേരോടും ആരാധനയുണ്ട്. ഞാൻ പറയാം, നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റൊമാൻസ് എന്നൊരു ഘടകമുണ്ട്. ആ ഒരു ഘടകത്തിലാണ് കൃഷ്ണനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരു ഭർത്താവ് നമ്മളോട് റൊമാൻറ്റിക് ആയിട്ടിരിക്കണം എന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടെ എന്ത് കാര്യത്തിനും ഒരു കരുതൽ വേണം. അല്ലാതെ എപ്പോഴും പൊന്നെ ചകര തേനെ അതല്ല റൊമാൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാം നമുക്കൊരു കമ്പാനിയൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു അർത്ഥത്തിൽ വളരെ സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള കൃഷ്ണനെ എനിക്ക് ഇഷ്ടമാണ്. അതല്ലാത്ത രീതിയിൽ ഇപ്പൊ രാമനെ പോലെ മറ്റ് സ്ത്രീകളെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷനായിട്ട് എന്റെ ഭർത്താവ് ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് രാമനെയാണ് ഇഷ്ടം. അങ്ങനെ രണ്ടുപേരെ അല്ലാതെ രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നുണ്ട്. അല്ല, അത് ഇത്രമാത്രം പാതിവൃത്യത്തിന്റെ മഹത്തായ സങ്കല്പം ഉയർത്തി കാണിക്കുന്ന രാമൻ യാതൊരു മാനസിക കുത്തുമില്ലാതെ സീതയെ കൊണ്ടുവന്നിട്ട് കൊടുംവനത്തിൽ, അതായത് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നതിന് തുല്യമായ ഒരവസ്ഥയിലേക്ക് രാജാവിന്റെ ഒരു ധർമ്മം. ഭാര്യ ഉപേക്ഷിക്കാൻ ആരധികാരം കൊടുത്തു രാമൻ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറയുന്നത് അല്ല, ഭർത്താവ് എന്ന് പറയുന്നത് ഒരു അധികാര കേന്ദ്രീകൃത അവസ്ഥയിലേക്ക് കാണുന്നതിന്റെ ദുരന്തമാണ് അവസാനം. ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിക്കാനും കൊല്ലാനും അടിക്കാനും ഒക്കെ അധികാരമുണ്ടെന്ന് പറഞ്ഞ അധികാര കേന്ദ്രമായിട്ട് ഭർത്താവ് മാറ്റപ്പെടുന്നു. ആ ധാരണയിൽ രാജശാസ്ത്രങ്ങളുടെ പിൻബലത്തിൽ രസകരമായിട്ട് പറ്റും. രാവണന്റെ അന്തപുരത്തിൽ എത്രയോ നാളുകൾ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ പുരുഷന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രണയികൾ ചിന്തിക്കേണ്ടുന്ന ഒരു മുഹൂർത്തമാണ്. ഇപ്പോഴും പ്രണയം പണ്ടത്തേതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വളരെയധികം ഏകാഗ്രമായിട്ട് പ്രണയിക്കുന്നവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ തലമുറയും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കടമ്മനിട്ട ഒരിക്കൽ പറഞ്ഞത്, നമ്മുടെ മഹാകവിയായിട്ടുള്ള വിപ്ലവ കവിയായിട്ടുള്ള കടമ്മനിട്ട പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പറയൂ പരാതി നീ കൃഷ്ണേ എന്നുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, പ്രണയം എന്ന് പറയുന്ന ഒരു മാനസിക ഭാവമാണ്. ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് പ്രണയിക്കാം. പണ്ട് എനിക്കത് ഇഷ്ടം പോലെ താനേ വരുമായിരുന്നു. വേണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പ്രണയിക്കും എന്ന് പറഞ്ഞു. അതേപോലെ അറിയുന്നു നിന്നെ ഞാൻ ഗോപികെ, അയ്യപ്പ പണിക്കരുടെ കവിത. അതേപോലെ അറിയില്ല എന്നെ നീ അറിയില്ല കൃഷ്ണ എന്ന് പറയുന്ന സുഗതകുമാരിയുടെ കവിത, ആ ആശയത്തിൽ വരുന്നത്. പിന്നെ പറയൂ പരാതി നീ കൃഷ്ണേ എന്ന് പറയുന്ന കടമ്മനിട്ടയുടെ കവിത. ഇങ്ങനെ തൊട്ടു തുടങ്ങി എത്രയോ കവിതകളും എത്രയോ കഥാപാത്രങ്ങളും. ഒരോർമ്മയായി ഒരിക്കലും മറഞ്ഞു പോവുകില്ല ദൂരസീമയിൽ വിഷാദമൂടെ നിന്നെരിഞ്ഞ നിൻമുഖം. നിഗൂഢമെൻമിഴിക്കകത്തൊളിച്ച വിൺവെളിച്ചമേ നശിച്ചു പോവുകില്ല നീ, ഇരുട്ടിലാവുകില്ല ഞാൻ. ഓരോർമ്മയായി ഒരിക്കലും മറഞ്ഞു പോവുകില്ല ദൂരസീമയിൽ വിഷാദമോടെ നിന്നെരിഞ്ഞ നിൻമുഖം. ഇതാണ് പ്രണയത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. എനിക്ക് പ്രണയത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. ഒരിക്കലും നശിച്ചു പോവുകയില്ല പ്രണയം. അങ്ങനെ മനുഷ്യരൊരിക്കലും ഇരുട്ടിലുമാവുകയില്ല. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനും തന്നെയാണ് ദുരന്തങ്ങൾ പോലും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രണയത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. ഇപ്പൊ പ്രണയിക്കുന്നവരുടെ കാര്യം പറഞ്ഞു, രാമന്റെ കാര്യം പറഞ്ഞു. ആ ഒരു പൊസസീവ്നെസ്
രാമനും പൊസസീവ് ആയതുകൊണ്ടാണല്ലോ കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം. ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു പൊസസീവ്നെസ് കുറഞ്ഞിട്ടുണ്ടോ? കാരണം ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും ടൈം. അപ്പോൾ എന്നെ പ്രണയിക്കുന്ന ആള് ആ സമയം കൂടി വേറെ സ്ഥലത്ത് മറ്റുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു പൊസസീവ്നെസ് ഇന്നത്തെ തലമുറയുടെ ഇടയിലുണ്ടോ? പൊസസീവ്നെസ് ആക്ച്വലി ഈ പറഞ്ഞ കുറവാണ്. ഇപ്പൊ പഴയ പോലെ അല്ല, ഞാൻ അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പൊസസീവ്നെസ് ഇപ്പം എപ്പോഴും എനിക്ക് പറയാൻ ഓപ്പർച്യൂണിറ്റി പറഞ്ഞാലും ഭാര്യ എവിടെയെങ്കിലും വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അപ്പം തന്നെ വിളിച്ച് വേഗം വരാറായില്ലേ, 8 മണിക്ക് അല്ലെ 6:30 മുമ്പ് വീട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് വീട്ടിൽ കയറുന്നത് എത്ര പേര് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. ആൺകുട്ടികളുടെ കൂടെ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നതിനോട് എതിർപ്പ് പറയാറുണ്ടോ? അല്ല, നമ്മളതിന് നെഗറ്റീവ് ഈ പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ ആൺകുട്ടിയോട് സംസാരിച്ചു പറഞ്ഞു, ആൺകുട്ടിയോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തെന്ന് പറഞ്ഞൊന്നും യാതൊരു തെറ്റുമില്ല. അങ്ങനെ വാട്സപ്പിൽ അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് മാത്രം നോക്കി വെളിയിൽ നോക്കാതെ വേറെ ആൺകുട്ടിയോട് സംസാരിക്കാതെ എത്ര പെൺപിള്ളേർ ഇപ്പം ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ എത്രയോ പേര് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്രോഗ്രാംസ് കഴിഞ്ഞ് രാത്രി 10 മണിക്കും 11 മണിക്കും കയറുന്ന എത്ര പേരുണ്ട്. ആ ഒരാളോട് ഞാൻ മാത്രം കയറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അപ്പൊ ദിവ്യ പറഞ്ഞു പൊസസീവ്നെസ് ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞു തന്നെ. എന്റെ കൺമുന്നിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന ആളോട് മിണ്ടരുത്, എനിക്കിഷ്ടമല്ല. എന്റെ മുന്നിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന ആളോട് മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് മിണ്ടാതെ ആ ഒരു വേറെ റൂട്ടിലേക്ക് പോകുന്നവരുണ്ട്. ഇപ്പം കുറെ നാളായിട്ടുള്ള ഇപ്പം എനിക്കൊരു ആൺ സുഹൃത്തുണ്ടായിരുന്നു വെച്ചോ. ഇപ്പം അദ്ദേഹം പറയാണ് എന്നോട് മിണ്ടരുത്. പെട്ടെന്ന് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹം പറയത്തില്ല, അത് വേറെ കാര്യം. ഇപ്പം വേറൊരാളുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഇന്ന ആളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന കേസുകളുണ്ട്. അത് അവരുടെ ഒരുപാട് മെന്റൽ ഒരുപാട് ഒരു ഭയങ്കര റെസ്ട്രിക്ട് ചെയ്യുന്ന ഫീൽ വരും. അവിടാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന വേർഡൊക്കെ വരുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഫുൾ എനിക്ക് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്ന കാര്യങ്ങളെല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അവരതിൽ നിന്ന് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന പദം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദിവ്യ എങ്ങനെയാണ്? പൊസസീവ്നെസ് ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ? പൊസസീവ്നെസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് ആക്ച്വലി പൊസസീവ്നെസ്? നമ്മൾ ഓരോരുത്തർക്കും അത് വ്യത്യാസമാണ്. ഇപ്പം ചില സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് സ്വന്തം ഭർത്താവ് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്ത സ്ത്രീകളുണ്ട്. സ്വന്തം പേരൻസിനോട് ഭർത്താക്കന്മാർ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്ത സ്ത്രീകളുണ്ട്. അത് ഡിപ്പെൻസ്. അത് എന്റെ മനോഭാവവും ഹസ്ബൻഡിന്റെ മനോഭാവവും ആശ്രയിച്ചിരിക്കും. അതിപ്പോ എന്താണ് പൊസസീവ്നെസ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം അതെന്താണ്, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അങ്ങനെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അതും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എന്നോടുള്ള പ്രിഫറൻസ് കുറഞ്ഞാൽ മാത്രമേ എനിക്കത് വേണം അല്ലെങ്കിൽ എന്നെ എന്താ മൈൻഡ് ചെയ്യാത്ത, എന്റെ കാര്യങ്ങൾ എന്താ നോക്കാത്ത, ഇങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. ഇത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോംപ്രമൈസ് എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒരിക്കലും അതൊരു കോംപ്രമൈസ് എന്നൊരു വാക്കില്ല. എന്റെ ഇഷ്ടത്തോടെ ഞാൻ ഒരാളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇത് എപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആയി മാറുന്നു അപ്പോഴാണ് ഈ ബ്രേക്കപ്പും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലെ പ്രശ്നവും വരുന്നത്. എനിക്ക് എന്നോട് സ്നേഹമുണ്ടോ അല്ലെ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. അവിടെയാണ് പൊസസീവ്നെസ്. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അത്ര പൊസസീവ് അല്ല എന്ന് വേണമെങ്കിൽ. ദിവ്യ ഒരു ഗായികയാണെന്നറിയാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിന് പറ്റിയ ഒരു പ്രണയ ഗാനം പാടാമോ? അറിയാതെ ഞാൻ നിന്റെ പ്രണയത്തെ വീണ്ടും നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു, കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലിൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. അതാണ് പ്രണയം. ഞാൻ എന്റെ മുത്തിനെ പാട്ടിട്ട് ചേട്ടൻ ഇപ്പൊ മിക്കവാറും ഓടി വരുന്ന ലക്ഷണമുണ്ട്. ഹരി എഴുതാറുള്ളതല്ലേ? പ്രണയവും വിരഹവും എല്ലാം എഴുതാറുണ്ടോ? ഇതിനെ കുറിച്ചൊന്ന് പ്രണയവുമായി ബന്ധപ്പെട്ട് ചില എഴുതാറുണ്ട്. കവിത എന്ന രൂപത്തിൽ വിളിക്കണമെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ കാവ്യാത്മകത, അതിൻ്റെ അത്തരത്തിലുള്ള ചില നിയമങ്ങളുണ്ടല്ലോ. അതിനെ പറഞ്ഞൊരു പാട്ട് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ കുറച്ച് വരികൾ, അത് പാടണമെന്നില്ല, പറഞ്ഞാൽ പോലും മതി. ഇപ്പൊ പ്രണയമതിലോലമാം ആത്മഭാവം, ഹൃദയവനിയിൽ പൂത്ത പാരിജാതം, വ്യഥിത ചിത്തങ്ങളിൽ നിത്യം പ്രതീക്ഷതൻ, അമൃതം പൊഴിക്കുന്ന വർഷമേഘം, പ്രണയമതി മധുരമാം സ്നേഹരാഗം,
ഭൂവിൽ അവിരാമമൊഴുകും പ്രപഞ്ചനാഥം, യമുനയിൽ പ്രേമ പ്രവാഹമായിടുന്നു യദുകുലനാഥന്റെ മുരളീരവം. അഴകിൻ്റെ മിന്നിത്തിളക്കമല്ല ഹൃത്തിലുണരേണ്ട പ്രേമ പ്രകാശദീപം, മാനസം ആനന്ദ സാഗരമാക്കിടും പ്രണയമതിസുന്ദരം സൗമ്യം സുഖകരം. ഇതാണ് എഴുതിയൊരു പ്രണയകൃതി. ഇപ്പോഴും പ്രണയത്തിനെ കുറിച്ച് എഴുതുന്നവരുണ്ട്. അല്ല, ഒരു കാര്യം ഇടയ്ക്ക് പറയാം. നമ്മൾ കവിതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, സിനിമയിലെ സീനുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മൾ പ്രണയ സംഗീതത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. ശരിക്കും മലയാളിയുടെ പ്രണയത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ, അല്ലെങ്കിൽ ലളിത ഗാനശാഖ, പ്രണയ സംഗീത ശാഖ. അത്തരത്തിൽ നോക്കിയാൽ നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും ഓർക്കേണ്ട ഒരാളാണ് ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ്. 50 വർഷത്തിലേറെയായി എത്രയോ പ്രണയ മധുര ഗാനങ്ങൾ മലയാളിക്ക്, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള സംഗീത സംവിധായകരുടെ, ഗാനരചയിതാക്കളുടെ അല്ലെ ശബ്ദത്തിൽ അതുണ്ട്. ഇപ്പോ അന്ന് പാടിയില്ലേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയാൽ വയലാർ രാമവർമ്മയുടെയും ONV കുറുപ്പിന്റെയും P ഭാസ്കരൻ മാസ്റ്ററുടെയും പിന്നെ ഇങ്ങോട്ട് വന്ന യൂസഫ് അലി കേച്ചിയുടെയും പിന്നെ നേരത്തെ ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ONV കുറുപ്പിന്റെ എല്ലാ എത്രയോ പേരുടെ വരികളും സംഗീതവും ഒക്കെ ചേർന്നാണ്. ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അനുരാഗിണി ഇതായൻ കടലിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു ദളം മാത്രം, വാതിൽപ്പഴുതിലൂടെ. ഇന്നത്തെ തലമുറ അത് തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നത്. പേരറിയാത്തൊരു നൊമ്പരത്തെ ഇപ്പോഴും ഗാനമേളകളിൽ അകലെ നീലാകാശവും അല്ലെങ്കിൽ ഹൃദയ സരസിലെ പ്രണയപുഷ്പവും ഒക്കെ പാടുന്നുണ്ടെങ്കിൽ അതാണ് നേരത്തെ പറഞ്ഞ നിത്യഹരിത പ്രണയത്തിന്റെ പ്രതീകം. ആത്മാംശമുള്ള വരികളാണത്. ഇന്നത്തെ വരികളെ വെച്ച് നോക്കാം, നമുക്കറിയാം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന പാട്ടുകളിൽ നിന്നൊക്കെ വ്യത്യാസമായി ചതിച്ചുപോയ പെണ്ണിനെ കുറിച്ചൊരു പാട്ടുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ പണ്ടത്തെ പാട്ടുകൾ ഒരു ജീവിത തലമാണ് കേട്ടോ. അല്ലല്ല, ആത്മാംശമുള്ള വരികളാണ്. പുതിയ വാക്കുകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കും. നൈസായിട്ട് ഒഴിവാക്കൽ, തേക്കൽ അല്ലേ? അല്ല, അത് ഈ പുതിയ കാലത്തിന്റെ മാറുന്ന സങ്കല്പത്തിനനുസരിച്ച് ഭാഷയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അടിച്ചു പൊളിക്കുകയാണ് അല്പവസ്ത്രധാരികളെന്ന് ONV കുറുപ്പ് പോലും എഴുതിയിട്ടുണ്ട്. അടിച്ചു പൊളിക്കുക എന്നുള്ളത് ONV കുറുപ്പിന് അപ്രാപ്യമായ ഒരു ഭാഷ രീതിയായിരുന്നു. അപ്പോൾ ഈ മാറുന്ന കാലത്തിന്റെ ഭാഷ ഇങ്ങനെ നിരന്തരം മാറി വരുമല്ലേ. ഇപ്പം മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഷ മലയാള കവിതയിൽ തന്നെ യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മലയാള കവിതയിലും ഈ ഗാനങ്ങളിലും പ്രണയത്തിലൊക്കെ പ്രതിഫലിക്കും. അല്ല, ഈ പൊളിച്ചു എന്ന വാക്ക് ഞാൻ പൊളി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് പോസിറ്റീവാണ്. മോശം എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ച് പദപ്രയോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ പ്രണയവും വിരഹം നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും തമ്മിൽ ഈ വിരഹം കൂടുമ്പോഴാണ് പ്രണയം കൂടുന്നത് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ പ്രണയത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് വിരഹം. വിരഹം ഇല്ലെങ്കിൽ പ്രണയമേ ഇല്ലാതാണ് എന്റെ പറയാൻ കേട്ടോ. മലയാളത്തിൽ എത്ര സുന്ദരമായ പ്രണയം എഴുതിയത്. പിന്നെ പോകൂ പ്രിയപ്പെട്ട പക്ഷി, കിനാവിന്റെ നീലിച്ച ചില്ലയിൽ നിന്നും നിനക്കായി വേടന്റെ കൂരം പൊരുങ്ങുന്നതിന് മുൻപ്. ചുള്ളിക്കാട് സുന്ദരമായിട്ട് എഴുതി. അത് ഇതെല്ലാം വിരഹത്തിൽ തന്നെ വരുന്നേ. എപ്പോഴും ഒരു പ്രണയത്തിന്റെ ഒരു തീവ്രത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അവിടെ ഒരു വിരഹം വേണം. എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ കാമുകി ഉണ്ടെങ്കിലേ, എല്ലാ സമയം ഊണിലും ഉറക്കത്തിലും എപ്പോഴും കാമുകി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതൊരു പ്രണയത്തിന്റെ ഒരു സാന്നിധ്യം പോലും നമുക്ക് ഉണ്ടാവുന്നില്ല. വിവാഹത്തിന് ശേഷമുള്ള പ്രണയം അത് യഥാർത്ഥ പ്രണയം തന്നെയാണോ? അവിടെ അഭിനയിക്കലിന്റെ അംശം വരുന്നുണ്ടോ? അല്ലാന്നേ, വിവാഹത്തിന് ശേഷം സുന്ദരമായ രീതിയിലുള്ള പ്രണയം അനുഭവിക്കാൻ സാധിക്കും. സംശയം എന്താ? കാളിദാസൻ മേഘസന്ദേശം പറയുന്ന അതിസുന്ദരമായ കാവ്യം എഴുതാൻ കാരണമായത് വിരഹമാണ്. കാമുകിയിൽ നിന്ന് രാജാവ് ആട്ടിയകറ്റി വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, അന്ന് മൊബൈലില്ല, കത്തടപാടുകളില്ല, ഒന്നുമില്ല. അപ്പോഴേ ആകാശത്തേക്ക് നോക്കിയപ്പോഴും മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ്. ആ മേഘങ്ങളുടെ കയ്യിൽ പ്രണയലേഖനം കൊടുത്തുവിട്ടാണ് കാളിദാസൻ മേഘസന്ദേശം എഴുതിയത്. വിപ്രലംബ ശൃംഗാരം, നൃത്തമാടാൻ വരൂ അപ്സരസ്ത്രീ വരും. അപ്സരസ്ത്രീ വിപ്രലംബ ശൃംഗാരമാണ് ഇദ്ദേഹം പറയുന്ന. മാറിയിരിക്കുമ്പോൾ തോന്നുന്ന പരസ്പരമുള്ള ഒരു ആകർഷണത്തെയാണ് വിപ്രലംബം എന്ന് പറയുന്നത്. മറ്റത് സംഭോഗ ശൃംഗാരമാണ്. നമ്മളിപ്പോൾ ഇവിടെ 2 ക്ലിപ്പിംഗ് കണ്ടല്ലോ. അത് രണ്ടുപേരും അടുത്ത് നിൽക്കുകയാണ്, പക്ഷെ അവിടെയും പ്രണയമുണ്ട്. അവർ മാറിക്കഴിയുമ്പോൾ വേറൊരു ഭാഷയായിരിക്കും, വേറൊരു ചിന്തയായിരിക്കും, വേറൊരു വികാരമായിരിക്കും. നീ എൻ്റെ അടുത്തില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആവിഷ്കാരമായിരിക്കും. എന്നല്ലാതെ അടുത്തിരിക്കുമ്പോഴും അകന്നിരിക്കുമ്പോഴും അന്നും ഇന്നും നേരത്തെ പറഞ്ഞതുപോലെ എന്നും ഉള്ളതാണ് പ്രണയം. ആ പ്രണയത്തിന്റെ പുതിയ പാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ബാധ്യത
പ്രണയിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കൾക്കുണ്ട് കേരളത്തിൽ എന്നാണ് ഒരു നമ്മൾ കുട്ടികളെ പ്രണയിക്കാൻ പഠിപ്പിക്കുന്നു വേണ്ട കേട്ടോ. പ്രണയം നൈസർഗികമാണ്. ഗിരീഷിനോട് എനിക്ക് ആകെയുള്ള പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. അവർക്ക് പറ്റിയ പുസ്തകങ്ങൾ, അതേപോലെ അവർക്കുള്ള അനുഭവ മണ്ഡലം, അവർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അവർക്കുള്ള ചിന്താ സ്വാതന്ത്ര്യം, ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയല്ല പറഞ്ഞു. അല്ല, പ്രണയത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്വയം കുട്ടികളിലേക്ക് ഉണ്ടാകേണ്ട ഒരു സംഭവമാണ് അത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യം ഒരു പോയിന്റ് അതിന്റെ കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രണയിക്കുന്ന സങ്കല്പത്തിലായിരിക്കില്ല എന്റെ മകന്റെ പ്രണയം വരുന്നത്, അല്ലെങ്കിൽ എന്റെ മകളുടെ പ്രണയം വരുന്നത്. എന്റെ കാലഘട്ടത്തിന് യോജിച്ച ഒരു പ്രണയത്തിലേക്ക് ഞാൻ ഇടപെടുമ്പോൾ അതിനുശേഷം പിന്നെ എത്രയോ വർഷത്തിന് ശേഷം വരുന്ന പുതിയ തലമുറയ്ക്ക് എന്റെ മാനദണ്ഡത്തിൽ പ്രണയിക്കാനാവില്ല. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ നമ്മൾ പ്രണയിച്ച് പഠിപ്പിക്കുന്നു വേണ്ട, അവർക്ക് പ്രണയിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് കൊടുക്കുകയും വേണ്ട. അല്ല, ഞാനൊന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞോളട്ടെ. നമ്മൾ ഈ കണ്ട പ്രേം നസീറിന്റെയും മധുവിന്റെയും തൊട്ടുടങ്ങിയുള്ള എത്രയോ സിനിമകൾ, ബഷീറിന്റെയും തകഴിയുടെയും പൊറ്റക്കാട്ടിന്റെയും എത്രയോ കാവ്യങ്ങൾ, ആശാന്റെയും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഇതൊക്കെ വായിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം പ്രണയ സന്നദ്ധരായിട്ടുള്ള ഹൃദയങ്ങൾ ഉണ്ടായത്. സംശയമുണ്ടോ? അതിനു മുമ്പ് അത്രയും പേരില്ലായിരുന്നു. ആ ഒരു പാഠത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അവർക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും അവർക്കുള്ള ചിന്താ സ്വാതന്ത്ര്യവും വിലക്കാതിരിക്കുക, അല്ലാതെ പ്രണയത്തെക്കുറിച്ച് A to Z പറഞ്ഞു കൊടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അങ്ങനെ എടുത്തു പറയാനായിട്ട് പ്രണയത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടോ? അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. നമ്മൾ സിനിമാ രംഗത്ത് കാണാറുണ്ട്, സ്പോർട്സിൽ കാണാറുണ്ട്, സാഹിത്യ ലോകത്തുണ്ടല്ലോ. സാഹിത്യത്തിൽ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ടല്ലോ. പ്രണയത്തിന്റെ എത്രയോ കഥാകാരികളുണ്ട്, കഥാകാരന്മാരുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഒരുപാട് പേരെ എങ്കിൽ പറയേണ്ടി വരും. വളരെ അതീവ സുന്ദരമായിട്ടുള്ള പ്രണയത്തിന്റെ ആവിഷ്കാരങ്ങൾ പുതിയ തലത്തിൽ, ഇപ്പൊ കുമാരനാശാനൊന്നും കൊണ്ടുവന്നതുപോലെ അല്ല, ഏറ്റവും ഗംഭീരമായ, ഇതുവരെ ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പുതിയ തലത്തിൽ ആവിഷ്കരിക്കുന്ന എത്രയോ എഴുത്തുകാരുണ്ട്. അതെല്ലാം ഇളം തലമുറയുടെ വായനയ്ക്ക് പാത്രമാവുന്നുണ്ട്. ഒരുപാട് പേരുന്ന് വായിച്ചത് മനസ്സിലാക്കുന്നുണ്ട്. വായന എന്ന് പറയുന്നത് ഇന്നും കുറഞ്ഞിട്ടില്ല, പ്രണയവും കുറഞ്ഞിട്ടില്ല. ജനസംഖ്യ കൂടിയപ്പോൾ 40 കോടി ഇന്ത്യക്കാരുടെ സ്ഥാനത്ത് നിന്ന് 130 കോടി ആനുപാതികമായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു വർധനവും കുറവുമാണ് നമ്മൾ ഇല്ല എന്നും ഉണ്ട് എന്നും പറയുന്നത്. അത് ശാശ്വതമായി നിൽക്കുന്നുണ്ട് പ്രണയം. പണ്ടുള്ളതുപോലെ തന്നെ ഇന്നും നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള. ആയിരക്കണക്കിന് പ്രണയ കവിതകൾ ഫേസ്ബുക്കിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഇന്നും എഴുതപ്പെടുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു സങ്കല്പം മാറി എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്തെ കൂട്ട് ഈ വൃത്തവും ചതുരവും ഒക്കെ വെച്ച് നീട്ടി പാടാൻ പറ്റുന്ന പ്രണയ കവിതകൾ ഗദ്യത്തിന്റെ രൂപത്തിൽ ഏത് രൂപത്തിൽ എഴുതാമല്ലോ, താളത്തിലോ. ഏർണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുണ്ട്, നന്നായി ഇത് എഴുതാൻ പറ്റും, എഴുതാൻ പറ്റും. അതിനോട് യോജിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രണയിക്കാത്തപ്പോൾ പോലും നമുക്ക് പ്രണയകവിത എഴുതാൻ പറ്റും. ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരാളെയും ലോകത്ത് പ്രണയിക്കാതിരുന്നപ്പോൾ, ഒരു പെൺകുട്ടിയും പ്രണയിക്കാതിരുന്നപ്പോൾ പ്രണയകവിത എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രണയം ഒരു അടിസ്ഥാന ഭാവമാണ് മനുഷ്യന്റെ. നമ്മുടെ പ്രത്യേകിച്ച് കവിത എഴുതുന്നവരുടെ മനസ്സിൽ കവിത എഴുതുന്നവരുടെ അല്ല, എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട്. ആ പ്രണയമുള്ളിടത്തോളം കവികൾക്കെതിരെ ഭാഷയിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രണയിക്കുമ്പോൾ കുറച്ചുകൂടെ തീവ്രമാകാം അതിനെ. പ്രണയിക്കാത്തപ്പോഴും ഞാൻ പറഞ്ഞോട്ടെ, ONVയുടെ 2 വരി കൂടെ ഞാൻ പറഞ്ഞോളട്ടെ. മാരനെയല്ല മണാളനെയല്ല മാനം കാക്കും ഒരാങ്ങളയെയാണ് ഇന്നത്തെ കുട്ടിക്ക് ആവശ്യമെന്ന് കവി പറഞ്ഞതിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ പ്രണയം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരാങ്ങളമാരില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പ്രണയം എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും ദുരന്തത്തിന്റെ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കാതിരിക്കട്ടെ. അത് ഏറ്റവും വലിയ സനാഥത്വത്തിലേക്ക്, അതേപോലെ വളരെ സ്വാതന്ത്ര്യത്തിലേക്ക് തലമുറയെ നയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആങ്ങളെ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ പ്രണയ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടാതിരിക്കട്ടെ. ബാലഗോപാൽ പ്രണയിച്ച് തുടങ്ങിയതിന് ശേഷം സംഗീതം കമ്പോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അതുപോലെ ദിവ്യ പാട്ട് പാടുമ്പോൾ, പ്രണയം വന്നതിന് ശേഷം പാട്ട് പാടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം? ഇല്ല, അങ്ങനെ ഒരു വ്യത്യാസം എന്നൊന്നുമില്ല. കാരണം നമുക്ക് നല്ല ഭംഗിയിൽ പ്രണയ ഗാനങ്ങൾ കമ്പോസ് ചെയ്യാൻ. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ പാറുവിന്റെ ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് ആ വരികളെ നോക്കിയിട്ട് അങ്ങനത്തെ ഒരു രീതിയൊന്നുമില്ല. നമുക്ക് അതാണ് നമ്മുടെ ഇമോഷൻസ് ആണ്. അതിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു കഥ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ പറയുന്നത് ലോസ് ഏഞ്ചൽസിലെ വെള്ളച്ചാട്ടത്തിന്റെ ഇടയിൽ കൂടെ കാമുകനും കാമുകനും കൂടെ കെട്ടിപ്പിടിച്ച് കറങ്ങുമ്പോൾ ഞാൻ എൻ്റെ AC റൂമിൽ ഇരുന്നാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ ആ വിഷ്വൽസ് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രണയം എനിക്ക് എൻ്റെ പ്രണയിനി ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ പ്രണയത്തിന്റെ റേഞ്ച് മുകളിലോട്ട് പോകുന്നോ അല്ലെങ്കിൽ പ്രണയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. സ്റ്റിൽ ദ സെയിം ആണ്. അതാണ് ഞാൻ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷനെയും തമ്മിൽ കൊണ്ടുവരാറില്ല. ഞാനിപ്പോൾ ഇദ്ദേഹം പറയുമ്പോഴും കവിത പ്രണയത്തെക്കുറിച്ച് വളരെ
നീട്ടി പറയുന്നുണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ നമ്മുടെ ലൈഫിൽ അതെങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ പെൺകുട്ടിയെ സ്നേഹിച്ചു, അതിൽ ഈ പറഞ്ഞ പോലെ പിന്നെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ബിലീവ് ഈ പറഞ്ഞ ഞങ്ങളുടെ ലൈഫ് എന്നും സ്നേഹത്തോടു കൂടി പോകും എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും എന്നാണ് ഞാൻ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴത്തേക്കും ഭാഗ്യം കൊണ്ട് കതവ് തുറന്ന് പിന്നെ വീണതൊരു വെള്ളത്തിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. പക്ഷെ അങ്ങനെയല്ല, ആ വണ്ടി ഇടിക്കണമായിരുന്നു, നിന്റെ കൈയും കാലും ഒടിഞ്ഞ് നീ ICUവിൽ 6 ദിവസം കിടന്ന മരണത്തിൽ നിന്ന് നീ രക്ഷപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ ശരിക്കുള്ള ഒരു വേദന അറിയത്തുള്ളൂ. അല്ല ഫീൽ, പക്ഷെ അതാണോ ശരി, അതോ മറ്റേ രക്ഷപ്പെട്ടതാണോ ശരി? തെറ്റും ഇത് ശരിയോ വേറൊന്നും തെറ്റാവുന്നില്ല. ഞാൻ ഓരോരുത്തരുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയല്ല, ഇപ്പൊ പണ്ടൊക്കെ പഴയ കാലത്ത് കാണുന്ന ആഗ്രഹം, എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ തിരിച്ചും പെട്ടെന്ന് പിന്നെ ആ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പലരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അപ്പൊ ഇത് വേണോ അത് വേണോ, പിന്നെ അനലൈസ് ചെയ്യും, വേണ്ട ഇത് ശരിയാവില്ല, അങ്ങനെ കുറെ കൺഫ്യൂഷൻ വന്ന് നീണ്ടു പോകുന്ന. ഇല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അത് ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ. ബോയ്സിനെ വെച്ച് ഞാൻ തന്നെ പറയാം, ഇപ്പം എനിക്ക് കുറെ പേരുണ്ട് ഫ്രണ്ട്സ് എന്ന് പറയാൻ. ഇപ്പം അതില് ഒരാൾ വന്നു, പക്ഷെ എനിക്ക് അവരോട് ഈ ഒരു അടുപ്പം തോന്നിയില്ല, എന്നാൽ ഈ ഒരു സ്നേഹം തോന്നിയിട്ടില്ല. അതാണ് ഞങ്ങൾ കല്യാണത്തിൽ എത്തിച്ചത്. അല്ല, ഫ്രണ്ട്സ് പറയാറുണ്ട് അനലൈസ് ചെയ്യണ്ടോ, അത് വേണോ ഇത് വേണോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കാം. കാരണം ഇത്രയും നേരമായിട്ട് അവര് നമ്മൾ പറയുന്നത് എല്ലാം കേട്ടു. ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം, അതായത് പ്രണയം അന്നും ഇന്നും എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇയാള് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അനാലിസിസ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ടോ? പ്രണയം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അന്നത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും തമ്മിൽ ഒരു വ്യത്യാസമില്ല, പകരം അതിലെ മാർഗങ്ങൾ മാത്രമാണ് വ്യത്യാസം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാനിപ്പം ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ കോളേജിൽ തന്നെ ഞാൻ ഒരുപാട് പ്രണയങ്ങൾക്ക് സാക്ഷിയാവാറുമുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഒരു മരംചുറ്റി പ്രണയം ഇന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. പക്ഷെ അങ്ങനൊരു മരംചുറ്റി പ്രണയം ഇല്ലെങ്കിലും ഇന്നത്തെ പ്രണയത്തിനും ഒരു നല്ല തീവ്രതയിൽ, നല്ലൊരു ഇന്റൻസിറ്റിയിലാണ് ഇന്നും അത് പോണത്. പണ്ടത്തെ പ്രണയത്തിനും അതേ ഇന്റൻസിറ്റി, ഇപ്പോഴത്തെ പ്രണയത്തിനും അതേ ഇന്റൻസിറ്റി, ഒരു വ്യത്യാസവും ഞാനതിൽ കാണുന്നില്ല. അന്നും ചിലപ്പോൾ ബ്രേക്കപ്പുകൾ ഉണ്ടായിരുന്നിരിക്കാം, തീർച്ചയായും ഉണ്ടാകും, ഇപ്പോഴും ബ്രേക്കപ്പുകൾ ഉണ്ടാവുന്നു, ഒരു വ്യത്യാസവും കാണുന്നില്ല. എല്ലാ പ്രണയങ്ങളും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രണയം അന്നും ഇന്നും എന്നും പറഞ്ഞ് നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും മുതിർന്ന ആളുകൾ ചർച്ച ചെയ്യുമ്പോഴേ ഇതെന്തോ വലിയ പ്രശ്നമാണെന്ന ഒരു പൊതുവായിട്ടുള്ള വീക്ഷണത്തിന് ആവശ്യമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ആളുകളുടെ ഹ്യൂമർ സെൻസ്, ട്രോളുകൾ വായിച്ചും വാട്സപ്പിലൂടെ കണ്ടും ഫേസ്ബുക്കിൽ കണ്ടും ഷെയർ ചെയ്തും ഞാനൊരു തമാശ സൃഷ്ടിക്കട്ടെ എന്ന് ആലോചിച്ചും ചില കമന്റുകളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള സെൻസിബിലിറ്റിയിലേക്ക് ആളുകൾ സ്വയം മാറുന്നുണ്ട്. മുമ്പൊക്കെ എന്തെങ്കിലും ഒരു നർമ്മം പറയാനോ ഒരാളെ നോക്കി ചിരിക്കാനോ ഒരു നർമ്മം പങ്കുവെക്കാനോ മടിച്ചിരുന്നത് മാറി ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ സംവദനത്തിന്റെ പരസ്പര വിനിമയത്തിന്റെ ഒരു വലിയ ലോകം തുറക്കാൻ ഈസിയായി ഫാസ്റ്റായി സാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഈ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഇഷ്ടം, ട്രെയിനിൽ പോകാനല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും സ്പീഡിനെ ഇഷ്ടപ്പെടുന്നു. അത് പറ്റാതെ വരുന്ന ചിലർ അതിനെ കുറ്റം പറയുക എന്നുള്ളതിന് അർത്ഥമില്ല. ഇതിലേക്ക് ജനിച്ചു വീഴാത്തവർക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ടൈമുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ഒരാൾക്ക് പ്രണയിക്കാം. ഇദ്ദേഹം പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു വര വരച്ചിട്ടെ ഇതിന്റെ അകത്തൂടെ ഈ തിരക്ക് കുറഞ്ഞ ലോകത്തിലൂടെ ചുടുവിനിങ്ങനെ പോയും പ്രണയിക്കാം. അല്ലാതെ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിൽ ഒരു കിഴവൻ ഇങ്ങനെ തോളിൽ ഒരു കുരിശും ചുമന്നുകൊണ്ട് പിന്നെ വീണ്ടും കഷ്ടപ്പെട്ടെഴുന്നേറ്റും വീണ്ടും വീണും മുടന്തയും അങ്ങനെയും പ്രണയിക്കാം. അത് ഓരോ വ്യക്തിയുടെ മനോഭാവത്തിനനുസരിച്ചിട്ടാണ്. പ്രണയം ഒരു ലഹരിയായിട്ട് മാറുന്നതും ഇതേപോലെ വിവാഹത്തിനുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ. കാലഘട്ടത്തിൽ കൊണ്ടിട്ടാലേ സാറ് പഴയ പോലെ ഈ കത്ത് എഴുതിയിട്ടായിരിക്കും പ്രണയിക്കുന്നത്? എന്തല്ല, അങ്ങനെയല്ല. പ്രണയത്തിന്റെ വൈകാരികമായ പ്രണയം ആസ്വദിക്കുന്നവര്, പാർട്ടിക്ക് പോകുന്നവര്, പെൺകുട്ടികളുമായിട്ട് കറങ്ങി നടക്കുന്നവര് വേണം. പക്ഷെ ഞാൻ ഏറ്റവും നന്നായി കാണുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെയാണ്. അദ്ദേഹത്തിന് 4 വയസ്സ് പ്രായം കൂടിയ ഒരാളാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും അവരുടെ പ്രണയത്തിനുള്ള അതിന്റെ ഒരു ബലം, ആ ബന്ധത്തിന്റെ ഒരു ദൃഢതയുണ്ടല്ലോ. നമ്മളീ പറഞ്ഞ മറ്റുള്ള, ഞാൻ ടെണ്ടുൽക്കറിന്റെ ഒരു ഉദാഹരണം പറയാൻ കാരണം സിനിമയിലെടുത്താലും ചിലരൊക്കെ കൃത്യമായിട്ട് അത് വ്യക്തി ജീവിതത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പ്രണയത്തിന് രൂപപ്പെടുത്തിയും അതിനെ കുറെ കാലത്തേക്ക് മുറിയാതെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരിക്കും കേരള സമൂഹത്തിലെ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന. അല്ല, നമ്മൾ ഒരു പൊതു ഇഷ്ടത്തെ നമ്മൾ സങ്കുചിതമായിട്ട് ചുരുക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇഷ്ടം പറയുമ്പോഴേ 10 പേർക്ക് 10 ഇഷ്ടമാണത്. അല്ല, താങ്കൾ പറഞ്ഞ ഇഷ്ടമല്ല വേറൊരാളുടെ ഇഷ്ടമായി. അവിടെയാണ് പ്രണയത്തിന്റെ ഒരു വൈവിധ്യം നിലനിൽക്കുന്നതാ. സജീവ് എങ്ങനെയാണ് കാണുന്നത്?
ചെറുപ്പക്കാരോട് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രണയിക്കാൻ സമയമില്ല ആളുകൾക്ക്, ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി നിർത്താൻ നമുക്ക് സമയമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ യുവാക്കളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അവർ വളരെ സുന്ദരമായി പ്രണയിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രണയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നതാണ് പ്രണയം. പ്രണയം ഒരു മനുഷ്യൻ്റെ ഏറ്റവും സത്യസന്ധവും അവൻ്റെ സൗന്ദര്യാത്മകവുമായ ഒരവസ്ഥയായിട്ട് മാറുമ്പോൾ അതൊരു ഒരു നല്ല സമൂഹത്തിലേക്ക് നയിക്കാനാണത് പ്രേരിപ്പിക്കുന്നത്. ഇപ്പം മാത്രമല്ല, ഈ പ്രണയം എപ്പോഴും സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും വെളിപ്പെടുത്തിയിരുന്നു. പിന്നെ മറ്റുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ ഹേ കൃഷ്ണ നീ എന്തിനു മുത്തുമാല അണിയുന്നു എന്ന് ചോദിച്ചത് ഭക്തകവിയായ മീരയാണ്. അങ്ങനെ മീര പോലും കൃഷ്ണനെ മറന്നിട്ടുള്ള ഒരു ഭക്തി അവർക്ക് വേറെ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള പ്രണയകവിതകൾ നമ്മുടെ സമൂഹത്തെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കാനാണ് ഉതകുന്നത്. ഒരാൾക്ക് മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ദ്രോഹിക്കാനല്ലോ. ഏറ്റവും സുന്ദരമായ മാനസിക അവസ്ഥ വെച്ച് ഒരാളെ പ്രണയിക്കാൻ കഴിയുന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ വാക്കിൽ പറയാം, മരക്കൊമ്പിൽ എപ്പോഴും തൂങ്ങിക്കിടക്കുന്ന മൂപ്പെത്താത്ത പഴമായിരുന്നു പ്രണയം. മാധവിക്കുട്ടി പറഞ്ഞതാണ്. അതുപോലെ ആയിരിക്കട്ടെ പ്രണയം. അത് മൂപ്പെത്തണ്ട, അത് പഴുക്കാതെ, അതിനൊരു കേടുപാടും വരാതെ ഈ ഭൂമിയെ നിലനിർത്തുന്ന ഒരു വലിയ സംഭവമായിട്ട് പ്രണയം മാറട്ടെ. ഈ കുട്ടികളും പ്രണയം എന്താണെന്ന് അറിയട്ടെ. പക്ഷെ ഈ പറഞ്ഞ പോലെ വഴിതെറ്റി പോവാതെ പ്രണയത്തിന്റെ പ്രണയമായി കണ്ടുകൊണ്ട് അത് മനസ്സിന്റെ, അതായത് നമ്മുടെ ഒരു മനസ്സിന്റെ അടുപ്പമായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രണയിക്കാം. അതുകൊണ്ട് ആ ഒരു പഴം മൂപ്പെത്താതെ ആരും പറിച്ചുകൊണ്ട് പോവാതെ നഷ്ടം വരാതെ കേടുകൂടാതെ ഇരിക്കട്ടെ. നന്നായി പ്രണയിക്കുക, അത്രേ പറയാൻ. ഞാൻ പ്രണയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ തലമുറയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അവർ വളരെയധികം സുഖകരമായിട്ടും അതേപോലെ ഒരുപക്ഷെ വളരെയധികം ആനന്ദത്തിന്റെ ഒരു മാർഗമായിട്ടും പ്രണയത്തെ കാണുകയാണ് എങ്കിൽ ഒരു പിതാവെന്നുള്ള നിലയിൽ, രക്ഷിതാവെന്നുള്ള നിലയിൽ ഞാൻ ആനന്ദിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, 40 വർഷം മുമ്പാണെങ്കിൽ മാനത്ത് നോക്കിയിരിക്കുന്ന ഒരു മകൻ കുറേ നേരമായിട്ട് അവൻ ഇങ്ങനെ നോക്കിയിരുന്നു, നിനക്ക് എന്ത് പറ്റി മക്കളെ എന്നായിരിക്കും അമ്മ ചോദിക്കുക. ഇന്നാണെങ്കിലോ എപ്പോഴും മൊബൈൽ, ഒരു ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു പുത്രനായിരിക്കും ഒരു അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് പ്രണയത്തിന്റെ ആയിട്ട് ബന്ധിപ്പിച്ച് സമൂഹത്തിൽ വന്നിട്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഏറ്റവും സുഖകരവും ഏറ്റവും സുന്ദരവും ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാനും അവർ ജീവിച്ച് കാണാനും പ്രണയം പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും പ്രണയം നേരത്തെ പറഞ്ഞതുപോലെ കയ്യും കാലും ഒക്കെ അടിച്ചൊടിച്ച് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാതിരിക്കട്ടെ. അതൊക്കെ ഒരു വ്യക്തിക്ക് ഭാവനാ ലോകത്തും അതേപോലെ സ്വന്തം കൃതികൾ രചിക്കുന്നതിനും മാത്രം ആയിട്ട് മാറട്ടെ. ബാക്കി ജനസമൂഹം മൊത്തവും പ്രണയത്തിന്റെ നിലാവിൽ കുളിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. അത് കാൽപ്പനികമൊന്നുമല്ല, അതൊരു സത്യമാണ്. പാർവതിയുടെ ലൈഫിൽ പ്രണയം പാർവതിക്ക് എത്രമാത്രം എനർജി തരുന്നുണ്ട്? പ്രണയം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രണയം എന്നത് സന്തോഷം ഉളവാക്കുന്ന ഒരു വികാരമാണ്. അത് നമ്മൾ എന്തുമാത്രം ഹാപ്പി ആയിരിക്കുന്നോ, നമ്മൾ എല്ലാവരും പറയാറുണ്ട് പ്രണയിക്കുന്നവരെന്നും അവരുടെ യുവത്വം നിലനിർത്തുമെന്ന് പറയാറുണ്ട്. അത് അവരുടെ ശാരീരികമായിക്കോട്ടെ അവരുടെ മെന്റലി ആയിക്കോട്ടെ എല്ലാ രീതിയിലും അവർ ഹാപ്പി ആയിരിക്കുമെങ്കിൽ അവരുടെ യുവത്വം എന്തായാലും നിലനിൽക്കും. അപ്പം എപ്പോഴും ഹാപ്പി ആയിരിക്കുക, എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക. അത് ഇന്നതിനെ എന്നൊന്നുമില്ല. അതായത് ഒരു വ്യക്തിയല്ല പറയുന്നത്, എല്ലാത്തിനെയും പ്രണയിക്കുക. ലോകം എല്ലാത്തിനെയും പ്രണയിച്ചാൽ നമ്മളും ടോട്ടൽ നമ്മുടെ സമൂഹവും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കും. ഹരിയെ പ്രണയം ക്രിയേറ്റീവ് ആക്കുമോ? എന്താ? തീർച്ചയായും. പ്രണയം എന്ന് പറയുന്നതിലൊരു സങ്കല്പമുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാഴ്ചകളുടെ ഒരു സമന്വയം കൂടിയുണ്ട് പ്രണയത്തിൽ. ഇപ്പോൾ എഴുതാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് രൂപപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത പലതുമായിരിക്കും നമ്മൾ അതിലെഴുതുന്നതും രൂപപ്പെടുത്തുന്നതും. അത് നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള മനസ്സിൽ തെളിയുന്ന പല ചിത്രങ്ങളുടെയും ഒരു സമന്വയമാണ്. പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്തപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഇന്ന രീതിയിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണെന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5 വിരലുകളുണ്ട്. 5 വലിപ്പത്തിലാണെങ്കിലും ഇത് 5ഉം ചേരുമ്പോഴാണ് കഴിയാവുന്നത്. എന്ന പോലെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നന്നായി പെരുമാറുക, സഹോദരങ്ങളോട് നന്നായി പെരുമാറുക, ഞാൻ എൻ്റെ അയൽപ്പക്കക്കാരോട് നന്നായി പെരുമാറുക, എൻ്റെ മുതിർന്ന ഗുരുക്കന്മാരോട് നന്നായി പെരുമാറുക എന്ന പോലെ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയോട്, കാമുകിയോട്, ഭാര്യയോട് നല്ല രീതിയിൽ പങ്കുവെക്കുക. ഇതെല്ലാം ചേരുന്നത് കൂടിയായിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ കൂടെ വരാം. കാരണം ചിലരുടെ ജീവിതത്തിൽ പ്രണയം മാത്രമേ ഉള്ളൂ, ഒരു പേരിൽ മാത്രം എടുക്കാറില്ല. അപ്പൊ എല്ലാം ചേരുന്ന കൈ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാലഗോപാൽ, എനിക്കും ഈ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ പ്രണയം അന്നും ഇന്നും, അന്നത്തുള്ളവരെ പ്രണയത്തിനെ കുറിച്ച് വാദോരാതെ 200 പേജിൽ കവിയാതെ കുറേ പറയുന്നു. എന്നാൽ ഇന്ന് ദ ലൈഫ് ഇസ് വെരി ഫാസ്റ്റ്. ഏറ്റവും ഷോർട്ട് സ്പാനായിട്ട് നമുക്ക് എന്ത് സെർവ് ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മൾ നോക്കുന്നത്.
ഇന്ന് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് പറഞ്ഞേക്കാളും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് 4 വരിയിൽ 2 വരിയിൽ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് വിജയം. ഒരു ജിങ്കിൾ എപ്പോഴും 35 സെക്കൻഡേ കാണുള്ളൂ, മനസ്സിലായില്ല? നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും പാടാണ്. നമ്മൾ ഏറ്റവും കുറച്ച് കൊടുക്കുന്ന സാധനത്താണ് ഏറ്റവും ഭയങ്കര പാട് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പറഞ്ഞാലും പ്രണയമാവും, കുറച്ച് പറഞ്ഞാലും പ്രണയമാവും. അത് ലൈഫിൽ ആപ്ലിക്കബിൾ ആവുക. പ്രണയം ഒരുപാട് നാൾ നീണ്ടു നിൽക്കട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ പ്രണയവും സഫലമായി നല്ലൊരു കുടുംബജീവിതം ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. എന്തായാലും അതെ, ഞാൻ ദിവ്യയിലേക്ക് അവസാനം വന്ന ദിവ്യയുടെ അഭിപ്രായവും അതിനോടൊപ്പം തന്നെ ഒരു നല്ല പ്രണയ ഗാനവും ആലപിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രണയം എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതെന്ന് പറയുന്നത് മാനസികമായിട്ട് എപ്പോഴും സന്തോഷം ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കാനും തിരിച്ചിങ്ങോട്ട് കിട്ടാനും ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു പ്രണയം എന്ന് പറയുമ്പം അത് ശാരീരികമായിട്ട് മാത്രം മാറിപ്പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ലസ്റ്റ് അല്ലെങ്കിൽ കാമത്തിൽ ഊന്നിയുള്ള പ്രണയത്തിനെക്കാട്ടിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ സന്തോഷപരമായിട്ടോ അങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് പ്രണയമെങ്കിൽ ഒരുപാട് നാള് എത്ര പ്രണയിച്ചാലും മടുക്കാത്ത പോലെ നമുക്ക് പ്രണയിക്കാൻ പറ്റും. ലോകത്തെല്ലായിടത്തും പ്രണയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും നന്നായിട്ട് പ്രണയിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ. അതെ, വളരെ ആത്മാർത്ഥതയോടുകൂടി. മുൻപേ വായി നൻപേ വാ അന്നും ഇന്നും എന്നും പ്രണയിതാക്കൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഏറ്റവും സുന്ദരമായി പ്രണയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രണയം അന്നും ഇന്നും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.